ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടി മാത്രം പ്രൊഡക്റ്റീവ് ആക്കിയ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ യോഗ ചെയ്ത് ദ ഡാം ട്രൂത്ത് ഈസ് ഇതിനുശേഷം ഈ മാറ്റ് നിവർന്നില്ല. എന്നോട് 2-3 പേര് പറഞ്ഞു ഡേ മൈ ലൈഫ് ചെയ്യൂ, ഡേ മൈ ലൈഫ് ചെയ്യൂ. ആരാന്ന് ചോദിക്കരുത്, അവരൊന്നും പേര് വെളിപ്പെടുത്താൻ താല്പര്യം പ്രകടിപ്പിക്കാത്തവരാണ്. ഇവിടേക്ക് വരുമ്പോൾ എന്റെ മിസ്സിന്റെ ഒക്കെ ഡൗട്ട് ആയിരുന്നു ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് സിങ്ക് ആവുന്നു, ഐ മീൻ ഡേ ടൈം. പക്ഷേ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ഞാൻ ഓക്കെയാണ്. നമുക്ക് മാത്രമായിട്ടുള്ള കുറേ സമയം, പക്ഷേ കംഫർട്ട് സോൺ ആണ്, ബ്രേക്ക് ചെയ്യണം. ജിഫു പറയുന്ന പോലെ 1 ഡേ. പിന്നെ പുറത്തോട്ട് നോക്കി കുറച്ചേരം നിന്നു വിത്ത് സിനമൺ ടീ. ചുമ്മാ ഒരു പ്രസനം അതന്നെ. പക്ഷേ ഇവിടുത്തെ ചർച്ച അതല്ല. ഇനി നമുക്ക് ലഞ്ച് തയ്യാറാക്കാം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ, അതൊക്കെ എത്ര ഉള്ളൂ. ഈ കംഫർട്ട് സോൺ ഇങ്ങനെയുള്ള തരംതിരിവൊന്നും കാണില്ല. സൺഡേ ഫുഡ് 1-2 നേരം, ഇനി വേറെ സൺഡേസിൽ 5-10 നേരം. ബ്രേക്ക് ദ റൂളിന്റെ ആളാണ് ഞാൻ. ഒന്നുമില്ല, വിശക്കുമ്പോ കഴിക്കാം, അതന്നെ. ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാം. സിമ്പിൾ ബട്ട് പവർഫുൾ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ റെസിപ്പി. ആർക്കെങ്കിലും വേണേൽ ജസ്റ്റ് കമന്റ് ചെയ്യും. ഇന്നലെ ഏതോ ചാനലിൽ വന്നപ്പോ ഫുള്ള് കാണാൻ പറ്റാത്ത വിഷമം മാറ്റാൻ ഞാൻ കിലുക്കോ ഒന്നുകൂടെ എടുത്ത് കണ്ടു. ഇനി ജിം ടൈം. അതിന്റെ മുന്നേ ഇച്ചിരി മധുരം കഴിക്കും. ഇതിന്റെ ഈജിപ്ഷ്യൻ ഫ്രണ്ട് അവളുടെ ബർത്ത്ഡേ കേക്ക് തന്നതിൽ ബാക്കിയുള്ളത്. എനിക്ക് ഈജിപ്തിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ജിം. ഇത് പ്രഹസനമല്ല കേട്ടോ. എന്റെ മടിയോട് മല്ലിട്ട് ഞാൻ എന്നും ജിമ്മിൽ പോവാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ജിമ്മിൽ പോയ ഒരു മിറർ സെൽഫി അത് നിർബന്ധം. തിരിച്ചു വന്ന് ക്ലീനിങ് പരിപാടിയിലേക്ക്. പക്ഷേ ഇതത്ര ആനന്ദകരമായ പരിപാടി അല്ലാത്തതുകൊണ്ട് ബാക്കാച്ചിനെ വിളിച്ച് പരദോഷം. അപ്പൊ പിന്നെ പണിയെടുക്കണം നമുക്ക് ഫീൽ ചെയ്യില്ല. എങ്ങനെ അങ്ങനെ ഈവനിങ് ആയി. ഇത് പിന്നെ ഡേ മൈ ലൈഫ് ആയതുകൊണ്ട് നൈറ്റ് ഇല്ല. അപ്പൊ